വിശദമായ വാർത്തകളിലേക്ക്. കുമളിയിൽ സ്വകാര്യ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ മൃതദേഹം കല്ലറയിൽ നിന്നും പുറത്തെടുത്ത ഇടുക്കിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കുമളി 6 മൈൽ സ്വദേശി നെല്ലിക്കൽ സേവ്യറിന്റെയും ടിനുവിന്റെയും ആൺകുഞ്ഞാണ് മരിച്ചത്. ആശുപത്രി അധികൃതരുടെ പിഴവാണോ മരണകാരണമെന്ന് കണ്ടെത്തണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തുവാൻ തീരുമാനിച്ചത്. 9-ാം തീയതിയാണ് ഗർഭിണിയായിരുന്ന സേവ്യറിന്റെ ഭാര്യ ടിനുവിനെ അവസാനവട്ട സ്കാനിങ്ങിനായി കുമളി സെന്റ് അഗസ്റ്റിൻ ആശുപത്രിയിൽ എത്തിച്ചത്. ഗർഭപാത്രത്തിൽ കുഞ്ഞ് തിരിഞ്ഞുകിടക്കുന്നതിനാൽ അഡ്മിറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചു. 11-ന് ശസ്ത്രക്രിയ നടത്താനും തീരുമാനിച്ചു. എന്നാൽ അടുത്ത ദിവസം രാവിലെ പരിശോധനയിൽ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് കുറഞ്ഞു വരുന്നതിനാൽ ഉടൻ സിസേറിയൻ നടത്തണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ മരിച്ച നിലയിലാണ് കിട്ടിയതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. തുടർന്ന് കുമളി ലൂർദുപള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു. കുഞ്ഞിന്റെ മരണകാരണം എന്താണെന്ന് പലതവണ ചോദിച്ചിട്ടും ആശുപത്രി അധികാരികൾ കൃത്യമായ വിവരം നൽകിയില്ലെന്നാണ് മാതാപിതാക്കളുടെ പരാതി. റിപ്പോർട്ടിലെല്ലാം കറക്റ്റായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. പക്ഷെ അവർക്ക് എന്താണെന്ന് ഇപ്പോൾ അറിയുന്നില്ല. കാരണം ചോദിച്ചിട്ട് ഒഴിഞ്ഞു മാറിയാണ് കൂടുതലും ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുന്നു അവരോട് ആവശ്യം കുഞ്ഞ് മരിക്കാനുണ്ടായ കാരണം മാത്രം അറിഞ്ഞാൽ മതി. പിഴവാണോ എന്ന് ചോദിച്ചാൽ പിഴവായിരിക്കും. എനിക്ക് കാരണം പറഞ്ഞാൽ മതി. കുട്ടി മരിക്കാനുണ്ടായ പെട്ടെന്ന് തന്നെ ഓഫീസൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ വൈഫ് വരുമ്പോൾ കൊച്ചിന് ഇവരോട് പറഞ്ഞിരുന്നത് കൊച്ചിന് അനക്കമില്ല എന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് കിട്ടുന്ന വന്ന് ലേബർ റൂമിൽ കയറി നോക്കുമ്പോൾ കൊച്ചിന് മരിച്ചിട്ട് അവർ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് മരിച്ചതെന്ന് പറഞ്ഞു. പിന്നേക്ക് കഴിഞ്ഞിട്ട് അന്ന് ഡോക്ടർ ഞങ്ങളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഡോക്ടറോട് ഞങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഞങ്ങൾ സംസാരിക്കുന്നില്ല. അച്ഛൻ പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ തീരുമാനിച്ചത്. ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘത്തിന്റെ സാന്നിധ്യത്തിലാണ് മൃതദേഹം സെമിത്തേരിയിൽ നിന്ന് പുറത്തെടുത്തത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 2023 ഒരു അപകടത്തെ തുടർന്ന് ടിൻഡുവിന്റെ വയറ്റുണ്ടായിരുന്ന 4 മാസം പ്രായമായ കുഞ്ഞും മരിച്ചിരുന്നു. അതേസമയം രാവിലെ 6 വരെ കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് സാധാരണ നിലയായിരുന്നുവെന്നും പെട്ടെന്ന് ഇത് കുറഞ്ഞു നിൽക്കുകയായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നും മരണകാരണം കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം നടത്താൻ അന്ന് തന്നെ നിർദ്ദേശിച്ചിരുന്നതായും അവർ വ്യക്തമാക്കി. ഇടുക്കി വിഷൻ, കുമളി.